ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ലഞ്ചിനൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണേ. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ലഞ്ചിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ അതിനാവശ്യമുള്ളത് ആദ്യത്തെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് മുട്ട. അപ്പോൾ ആവശ്യമുള്ള മുട്ട എടുത്ത് നമുക്ക് പുഴുങ്ങാനായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് നമുക്ക് ഒന്ന് പുഴുങ്ങിയെടുക്കണം. ഒരു 10 മിനിറ്റ് നന്നായിട്ട് തിളച്ചാൽ മതി. അപ്പോഴത്തേക്കും നമ്മൾ മുട്ടയെല്ലാം ആയിക്കോളും. നാടൻ മുട്ടയാണ്. ആ സമയം കൊണ്ട് നമുക്കിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മളുടെ കറിക്കുള്ള ഗ്രേവിക്ക് അനുസരിച്ചാണ് ഞാൻ തേങ്ങ എടുത്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഞാനൊരു 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് എടുക്കാം, ഇത്ര മുട്ടയ്ക്ക് ആവശ്യത്തിന്. ഓക്കെ, അതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് പെരുംജീരകമാണ്. 1 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ ഗരം മസാല ഒന്നും വേണ്ട, പെരുംജീരകം മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതിലേക്ക് കുറച്ച് വെള്ളം കൊടുത്ത് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. നമ്മൾ കൊഞ്ചും മങ്ങയ്ക്കും അങ്ങനെയൊക്കെ അരയ്ക്കത്തില്ലേ, നല്ല ഫൈൻ പേസ്റ്റായിട്ട് അതേപോലെ അരച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഒഴിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. കോക്കനട്ട് ഓയിൽ എന്താണെങ്കിലും ഒഴിക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം കടുകിട്ട് പൊട്ടിക്കുക. കടുകിട്ടു, പിന്നെ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് സാധാരണ ചെയ്യുന്ന പോലെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതെല്ലാം ഒന്ന് മുളകും ഒന്ന് മൂത്ത് കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി എടുക്കാൻ കാരണം കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. കൊച്ചുള്ളി ഒരു 10-20 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളകും ഇട്ടിട്ടുണ്ട്. സവാള ആണെങ്കിൽ സവാള ഇട്ട് കൊടുക്കാം. ഒരു സവാളയോ വല്ലതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. കൊച്ചുള്ളി ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. അതിനാണ് ഞാനിവിടെ കൊച്ചുള്ളി ഇട്ട് കൊടുത്തത്. അത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് വേണം വഴറ്റാൻ. ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ബ്രൗൺ കളർ ആവണ്ട. ഇതെല്ലാം ഒന്ന് വാടി ആ ഒരു ചെറിയ യെല്ലോ ഷെയ്ഡ് വരുന്ന അത്രയും വഴണ്ടാൽ മതി. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി വഴറ്റിയെടുത്ത് വെക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേജൊക്കെ മതി. ഒരുപാട് അങ്ങ് വഴണ്ട് വരണ്ട. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു യെല്ലോ ഷെയ്ഡൊക്കെ ആയിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആവണ്ട. ഇത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും അതേപോലെ പെരുംജീരകവും കൂടെ അരച്ച് വെച്ചതാണ്. അത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കും. ഇതിപ്പോൾ ഞാൻ തിക്കായിട്ട് അരച്ച് വെച്ചതേ ഉള്ളൂ. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ നമുക്ക് കറി പോലെ ഉണ്ടോ, ഇച്ചിരി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഒരു 1.5 കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. കാരണം നന്നായിട്ട് തിളയ്ക്കണമല്ലോ. 1.5 കപ്പ് നമുക്ക് അത്യാവശ്യം ഒത്തിരി അങ്ങ് തിക്കാവുന്നില്ല, കുറച്ച് ചാറ് പോലുള്ള രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഒരു 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓരോരോ മസാലകൾ ഓരോരോ പൊടികളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആദ്യം മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഒരു 1.5 to 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1.5-2 എരിവിന് ആവശ്യത്തിന് ഒരു ഒരു ഓറഞ്ച് കളറാണ് വേണ്ടത്. അതേപോലെ എരിവും ഒക്കെ നോക്കിയിട്ട് ഒരു 1.5 മുതൽ 2 സ്പൂൺ വരെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഈ 3 പൊടികൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ആവശ്യമില്ല. പെരുംജീരകം നമ്മൾ ഓൾറെഡി അരച്ചിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ഫ്ലേവർ അങ്ങനെ തന്നെ വരും. പെരുംജീരകമായിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പെരുംജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതിട്ടാൽ മതി. ഗരം മസാല ഇടണ്ട കഴിവതും, കാരണം അതിൻ്റെ ടേസ്റ്റ് വേറൊരു ഇതാണ്. ചില ആളുകൾക്ക് നമ്മൾ ആ ഒരു പെരുംജീരകം തന്നെയാണല്ലോ ഇടണ്ടേ. അങ്ങനെ ഇപ്പോൾ നമ്മൾ പുഴുങ്ങിയെടുത്ത മുട്ട, അതിന് ഞാൻ തോടെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട്. 5 ആയിരുന്നു. 1 പുഴുങ്ങിയെടുത്ത് കഴിച്ചു, അവൾക്ക് വേണമെന്ന് പറഞ്ഞ്. അങ്ങനെ 4 ഉണ്ട്. അപ്പോൾ അതിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഞാനൊരു ലേശം കുരുമുളക് കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മതി. കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം, ഇല്ലെന്നുണ്ടെങ്കിൽ വേണ്ട. തനി നാടൻ കറി പോലെ അങ്ങനെ ഉണ്ടാക്കാം. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മാത്രമേ. അപ്പോൾ നമ്മുടെ കറി ഇത്രയായി. ഇനി നമുക്കിതിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനത് ജസ്റ്റ് 2ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഭയങ്കര ചെറിയൊരു മുട്ടയായത് കാരണം ഞാൻ 2ആയിട്ട് കട്ട് ചെയ്ത്. കുറച്ച് വലിയ മുട്ടയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 4ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, ഇത് തീരെ ചെറിയ മുട്ടയായത് കാരണമാണ് ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തിട്ട്. അപ്പോൾ നമുക്കത് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയും ഇത് ഉടയാതെ, നമ്മുടെ ആ മഞ്ഞക്കറി ഒന്നും ഉടയാതെ
പെതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ചാറെല്ലാം ആ ഗ്രേവി എല്ലാം നമ്മുടെ ആ മുട്ടയിലേക്ക് കറക്റ്റ് നന്നായിട്ട് മസാല എല്ലാം പിടിക്കണമല്ലോ. അങ്ങനെ പെതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഒത്തിരി ഇട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇളക്കി നമ്മൾ വഴറ്റുന്നൊക്കെ പോലെ ഇളക്കരുത്. അങ്ങനെ ആകുമ്പോൾ ആ മഞ്ഞക്കറി എല്ലാം ഇളകി ആ ചാറിലേക്കാവും. അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാവും. അപ്പം ഇങ്ങനെ ഇന്ന് ജസ്റ്റ് ഇങ്ങനെയും കൂടെ നമുക്കൊരു ഒരു ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളയ്ക്കണം. അത്രേ ഉള്ളൂ. കറി അവിടെ റെഡിയായി. കാരണം ഒരു 2 മിനിറ്റ് അത്രയും ആവശ്യമുള്ളൂ. കറി ഒന്ന് തിളച്ചാൽ മാത്രമേ, നമ്മൾ മുട്ടയൊക്കെ അതിലേക്ക് ഇട്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാം ഒന്ന് മസാല ഒന്ന് പിടിക്കാനായിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഓൾമോസ്റ്റ് കറിയെല്ലാം സെറ്റായി. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. ലഞ്ചിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നമുക്ക് ചോറിന് വേറെ ഒരു കറി ഇല്ലെന്നുണ്ടെങ്കിലും ഇത് മാത്രം കൂട്ടിയിട്ടാണെങ്കിലും കഴിക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ഇത് കഴിച്ചിട്ടില്ലാത്തവരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരാണെങ്കിലും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. മുട്ടയുടെ ആ ചൊവയോ അല്ലെങ്കിൽ മുട്ടയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുക അങ്ങനെയൊന്നുമില്ല. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളാണ്, നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. തേങ്ങ അരച്ച് ഒരു കറി നമുക്ക് എന്തായാലും ഇത് നമുക്ക് വേറെ എന്തിൻ്റെ കൂടെ എങ്കിലും സൈഡായിട്ട് കഴിക്കാം. അതേപോലെ തന്നെ ഇത് മാത്രമാണെങ്കിൽ പെട്ടെന്നൊന്ന് തട്ടിക്കൂട്ടി ചെയ്യാം. മുട്ട വെച്ചിട്ട് മുട്ട പൊരിക്കുകയോ അല്ലെങ്കിൽ മുട്ട തോരനോ അങ്ങനെയൊക്കെയല്ല നമ്മൾ സാധാരണ ചെയ്യുന്നത്. കുറച്ച് വ്യത്യസ്തമായിട്ട് നമുക്ക് ചോറിന് പറ്റിയൊരു കറിയാണ് മുട്ട വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.